ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. നാച്ചുറലി ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ കസിനായിട്ടുള്ള തൻവി, അതായത് അനിയത്തിയുടെ മകളായിട്ടുള്ള തൻവി, തൻ്റെ മുത്തശ്ശിയെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലുമായിട്ട് ഒരു വീഡിയോ വന്നപ്പോഴാണ് അതിനെതിരെ അഹാന അവിടെ വീഡിയോ ഇടുന്നു. ഒരുപാട് ഹേറ്റേഴ്സിനെ അവർക്ക് കിട്ടുന്നു. കാരണം ഈ വയസ്സായ മുത്തശ്ശിയുടെ ക്ലിപ്പിങ്സ് തൻവി തൻ്റെ വീഡിയോയിലൂടെ വിടുന്നു. അത് അവർ കരഞ്ഞുകൊണ്ട് ഉറക്കെ കരയുന്നതും, ഒരു വയസ്സായ സ്ത്രീ, ഒരു സീനിയർ സിറ്റിസൺ ഇത്രമാത്രം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ അവർക്ക് വസ്ത്രമില്ല, വസ്ത്രമൊക്കെ മകൾ കൊണ്ടുപോയി എന്നുള്ള ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇവർക്ക് ഒരുപാട് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഇതിനെതിരെ സിന്ധു കൃഷ്ണയ്ക്ക് പബ്ലിക്കായിട്ട് വന്ന് സിന്ധു കൃഷ്ണ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ അവർ പ്രൈവറ്റായിട്ട് പല ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന അവർക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സോ അങ്ങനെയൊന്നുമല്ല, ഒരു റാൻഡം പീപ്പിളിന്, അത് പ്രത്യേകമായിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള ബന്ധങ്ങളിലൊന്നുമല്ല, ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് എന്താണ് ചേച്ചി കേൾക്കുന്നത്, അമ്മയോട് ഇങ്ങനെയാണ് പെരുമാറുക, ചേച്ചി എന്തുകൊണ്ട് അച്ഛനെ മാത്രം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇങ്ങനെ അവർക്ക് പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജായിട്ട് ചെല്ലുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റെഡിറ്റിലും അത് പുറത്തേക്ക് വന്ന ചില വീഡിയോകൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. എന്തായാലും ഇതിനു മുമ്പേ അവർ കുറച്ച് വോയിസ് ക്ലിപ്പുകളും അവരുടെ വാട്സപ്പ് മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടോ ഒക്കെ വെളിയിൽ വന്നു. ഇതൊക്കെ ഈ പബ്ലിക് മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും സിന്ധു കൃഷ്ണൻ ഇന്നലെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ മകളുടെ വിവാഹം വരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സമൂഹം മൊത്തം ഒന്നടങ്കം അവർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം അവർ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. And I will not do it. I don't think I will do it ever. I don't think I'll ever do it. But then personally, നമ്മളറിയാനുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാനുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലൊരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ എ ലോങ് ടൈം. താനടക്കം തൻ്റെ കുഞ്ഞുങ്ങളുടെ നിരപരാധിത്വം എന്തെങ്കിലും വെളിവാവും, ഇതിലൊന്നും തനിക്ക് യാതൊരു വക പേടിയോ അല്ലെങ്കിൽ ഭയപ്പാടോ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ സ്റ്റേണായിട്ട് നിലകൊള്ളും എന്നുള്ളൊരു മെസ്സേജാണ് അവർ വാക്കുകളിലൂടെ പറയുന്നത്. എന്തായാലും ഫർദറായിട്ട് അവർ പാരൻസിനെ ഹെൽപ്പ് ചെയ്തൊരു ഹിസ്റ്ററി കൂടി പറയുന്നുണ്ട് അവരുടെ യൂട്യൂബ് ഏണിങ്സിൽ നിന്ന്. അതുവരെ അവരുടെ മക്കളെയും ഹസ്ബൻഡിനെയും ആശ്രയിച്ചിട്ടും അവരുടെ ചെറിയ അഡ്വർടൈസിങ് കമ്പനിയിൽ നിന്നും അവർ ഫിനാൻഷ്യൽ ഹെൽപ്പ് തൻ്റെ പാരൻസിനെ നോക്കാനായിട്ട് വിനിയോഗിച്ചിരുന്നത്. പിന്നെ തൻ്റെ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയപ്പോഴാണ് അവർക്ക് ശരിക്കും സ്വതന്ത്രമായിട്ട് ഈ പൈസയ്ക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നന്നായി ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കുറേ നല്ല വാക്കുകളും കൂടി അവർ പറയാം. നമുക്കൊന്ന് കേൾക്കാം. ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പൊ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ഒരു പേയ്മെന്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നിട്ട് ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പൊ തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. നാച്ചുറലി എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൻ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചെലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡിഡ്ന്റ് ഹാവ് ടു കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബിൽ നിന്ന് ഞാൻ സ്റ്റാർട്ടഡ് ഏർണിംഗ്. എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് അതുപോലെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്
എന്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരന്റ്സ് ലൈക്ക് വിതൗട്ട് ഫീലിംഗ് ഗിൽറ്റി യുനോ. അപ്പൊ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഐ വോണ്ട് ടു ഡു whatever I want to do for them, I could just do. അവർക്ക് മാത്രമല്ല, ഐ കുഡ് ഡു ഫോർ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഓൾസോ. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട്, നമ്മുടെ ഒരു ബിസിനസ് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതിങ്ങനെ ചുമ്മാ അങ്ങനെ ഒത്രയും വരത്തില്ല, ഒരു കണക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി വി ഹാവ് ആ തിങ്സ്, ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പൊ ദിസ് ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ, if ever I'm able to make some money, I should be able to have the freedom in the parents to spend even like freedom. That was my main intention, and thank God till the end, till when my father was here, and till all the expenses I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ വരുമ്പോൾ all my children were extremely happy to help, you know. ഞാൻ വലിയൊരു എമൗണ്ട് ആവുമ്പോൾ ഞാൻ ഇങ്ങനെ പിള്ളേരോട് പറയും, ആടാ അപ്പൂപ്പന്നെ ഈ മാസം ഇതൊക്കെയാ ചെലവ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ they will all put a share, you know. അങ്ങനെയാണ്. ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോഴായാലും വലിയ എക്സ്പെൻസസ് ഇടയ്ക്കിടയ്ക്ക് it used to come, and then when we started keeping a home nurse and stuff like that and all, like everybody used to help, and it was very very kind of my children to do that. എന്തുകൊണ്ട് അവര് അമ്മയെ വെറുക്കുന്നു എന്നുള്ള അവരുടെ ആ ഒരു ചോദ്യത്തിന്, പേഴ്സണൽ മെസ്സേജിന് അവർ വാട്സപ്പിലൂടെ കൊടുത്തൊരു മറുപടി ഞാൻ വായിക്കാം. മൈ ഫാദർ ഈസ് കമ്മിങ് ഹിയർ ടു സ്ലീപ്പ് വിത്ത് മീ ആൻഡ് മൈ എൽഡർ ഡോട്ടർ അഹാന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാൻഡ് മദർ വയസ്സായപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ പോണത് അവളുടെ അങ്ങനെ ഒരു മോശം അലിഗേഷൻ, അതായത് സ്വന്തം അച്ഛൻ മകളുടെ അടുത്തേക്ക് വരുന്നത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ളത്, അത് വളരെ മോശമായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയിൽ അമ്മൂമ്മ അവരുടെ പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വോയിസ് ആയിട്ട് ഇടുകയും വളരെ അവരെ മോശമാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. വയസ്സായ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ, തൻ്റെ ഹസ്ബൻഡിന് വയ്യാത്ത ഒരാളാണ്, അപ്പോൾ അദ്ദേഹം അവരുടെ മൂത്ത മകള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. അപ്പോൾ അവളുടെ വീട്ടിൽ പോണു. അപ്പോൾ ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ നിങ്ങൾ അതിനല്ലേ പോണേ എന്നുള്ള രീതിയിലൊക്കെ മോശമായിട്ട് ഇവരെ, ഒരു മകളൊരിക്കലും കേട്ടാൽ സഹിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് മകളുടെ മകളെയും കൂടി ആ അലിഗേഷനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും വയസ്സായ ഒരാളിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണതല്ല. അമ്മ എന്നുള്ള ആ മാതൃഭാവത്തിൻ്റെ പല ഡയമെൻഷൻസാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നത്. അവർ ഒരു പക്ഷേ അവരുടെ ഏജിനനുസരിച്ച് അവരുടെ ബ്രെയിനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മക്കുറവോ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു സോഡിയം കുറഞ്ഞോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് വിചാരിക്കാമെങ്കിലും ഒരമ്മ ഒരച്ഛനെയും മകളുടെ മകളെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ അമ്മയോട് വെറുപ്പ് തോന്നും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു മെസ്സേജ്, അതിൽ അവർ ഒരു ചെറിയ വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ഈ അച്ഛനെ ഈ അമ്മൂമ്മ, അച്ഛൻ്റെ വൈഫായിട്ടുള്ള ആ അമ്മൂമ്മ തുടരെ അടിക്കുകയാണ്. അതിൽ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ആ അച്ഛൻ്റെ സർജറി കഴിഞ്ഞ് പോസ്റ്റ് സർജിക്കൽ ടൈമിലാണ്, ആ പോസ്റ്റ് സർജറി ടൈമിലാണ് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ മർദ്ദനം കൊള്ളുന്നത്. ആ വീഡിയോ ഒക്കെ റെഡിറ്റിൽ ഫേമസ് ആയിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാ കുറ്റങ്ങളും എൻ്റെയും എൻ്റെ മക്കളുടെയും പേരിൽ അല്ലെങ്കിൽ തലയിൽ വെച്ച് കെട്ടുമ്പോൾ അതിനൊക്കെ ഇതാണ് മറുപടി. ഇനിയിപ്പോൾ ഒരു അഹാനയുടെ വിവാഹത്തിന് സ്വാഭാവികമായിട്ട് ഈ മുത്തശ്ശി ഒരിക്കലും അവരുടെ പ്രസൻസ് ഉണ്ടാവില്ല, ഇവർ വിളിക്കില്ല. കാരണം ഇങ്ങനെ ആ സമൂഹത്തിൽ മൊത്തം അമ്മയെ നോക്കാത്ത എന്നുള്ള ആ ഒരു പേര് കൊടുത്ത സിന്ധുകൃഷ്ണയുടെ മകളോ, പ്രത്യേകിച്ച് ഇവർക്കെതിരെ ഈ അച്ഛനെ വെച്ച് ഇങ്ങനെ മോശം ആരോപണം ഉന്നയിച്ച ഒരമ്മയെ അവരൊരിക്കലും ഇനി വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ റാൻഡം ആയിട്ട് ഇങ്ങനെ ഇവർ ചോദിച്ചുകൊണ്ടിരുന്ന പീപ്പിളിന് അവർ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജും വാട്സപ്പ് മെസ്സേജും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരിത് കൊടുത്തത് ഒരിക്കലും ഇത് പബ്ലിക് ആവില്ല. അവർ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ ഒന്നുമല്ല, റാൻഡമായിട്ട് കൊടുത്തതിൻ്റെ അർത്ഥം തന്നെ എന്താ, ഇത് പബ്ലിക് ആക്കണം, മനസ്സിലായി. ഇത് പബ്ലിക്കാക്കുമ്പോൾ അമ്മയ്ക്കെതിരെ ഇങ്ങനെയൊക്കെ വീഡിയോ പിടിച്ചത്. അപ്പം അതല്ല, വേറൊരാൾ വഴി ഈ മെസ്സേജൊക്കെ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ഒരു സമൂഹത്തിന് എതിരെ നിന്ന് ഒരു കുട്ടി വിവാഹിതയാവുന്നതിനേക്കാളും ഇതുകൊണ്ടാണ് ആ മൂമ്മയെ ആ കുട്ടി ക്ഷണിക്കാത്തത് എന്നുള്ളത് ആ മകളെ ഗ്ലോറിഫൈ ചെയ്യാൻ കൂടിയാണ്, അല്ലെങ്കിൽ മകൾക്കൊരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കൂടിയാണ് അവരിപ്പോൾ ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകളും വീഡിയോ ഒക്കെ പുറത്തു വിട്ടതെന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്.
അഹാനയുടെ അമ്മ അന്ന് വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ഒരു 3 വർഷം മുമ്പ് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും മകൾ നോക്കിയിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ ഇവർ പുറത്ത് വിട്ട വീഡിയോ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സിൽ എൻ്റെ പേരൻസിനെ എനിക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 3 വർഷം മുമ്പ് വരെ നോക്കിയിരുന്ന മകൾ എന്തുകൊണ്ടാണ് അവർ തന്നെ പറയുന്നത് എനിക്കറിയില്ല എന്ന്. പക്ഷെ അവരറിയാത്ത കാര്യമില്ല. ഈ 3 വർഷമായിട്ട് ഈ നമ്മൾ പറഞ്ഞില്ലേ, ദമ്പതികളൊക്കെ വയസ്സാവുമ്പോൾ അവരുടെ ബെഡ്റൂമിലുള്ള ആ ഒരു ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവും ഭാര്യയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇല്ല അകന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഈ പേരക്കുട്ടികൾ, മക്കൾ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ആവശ്യമാണ്, അവരുടെ ആ ബന്ധം കീപ്പ് ചെയ്തു പോകാൻ. ഇവിടെ അവരെ ഐസൊലേറ്റ് ചെയ്ത് ഒരു വീടിൻ്റെ ഉള്ളിൽ അവിടെ ഭർത്താവിന് അസുഖം ഉണ്ടാവുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അനാരോഗ്യത്തിൽ ഇവർ അസ്വസ്ഥയാവുന്നു. പല കാര്യത്തിലും അയാളെ ഹോം നേഴ്സിനെ നോക്കാൻ നിർത്തുമ്പോൾ അയാൾ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരാളെ ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ കയറ്റിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി. പിന്നെ എന്തിനും ഏതിനും അയാളോട് ക്രൂരമായിട്ട് ദേഷ്യപ്പെടുന്നു. പ്രത്യേകിച്ച് അയാളുടെ മൂത്ത മകള് ഹോസ്പിറ്റലിൽ പോകാനുള്ള സഹായം ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇനി ഇയാൾ എങ്ങനെയാണോ ഇതിനാണോ പോണത് എന്നുള്ള വികലമായ രീതിയിലുള്ള ചിന്താഗതി അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ മാത്രം അവരുടെ ഒരു പ്രായം. പക്ഷേ പ്രായമായ എല്ലാ അമ്മമാരും ഇങ്ങനെയൊന്നും ഒരിക്കലും സ്വന്തം ഭർത്താവിനെ സ്വന്തം മകളെ വെച്ച് ഒരിക്കലും പറയാറില്ല, അവരുടെ മകളെ വെച്ചിട്ടും പറയാറില്ല. അപ്പോൾ ഇത്തരം വികല ചിന്താഗതികൾ കടന്നു വരുന്നത് ഇവരുടെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും. മേ ബി ഡിപ്രഷനൊക്കെ കൂടിയിട്ട് ഇവർക്ക് മെൻ്റലി വല്ല പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ ഈ അമ്മ 3 വർഷമായിട്ട് ഇങ്ങനെ അച്ഛനെ ഉപദ്രവിക്കുന്നു എന്നുള്ള പേരിൽ സിന്ധു പതുക്കെ അമ്മയിൽ നിന്ന് അകലുന്നു. അത് സ്വാഭാവികമാണ്. അത് ആ വാട്സപ്പ് മെസ്സേജിൽ പറയുന്നുണ്ട്, ഹി വാസ് ഹരാസിങ് ദർ, ബ്രൂട്ടലി ഹരാസിങ് ദർ എന്നുള്ളത്. അതായത് അവിടെ വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ഹരാസ് ചെയ്യപ്പെട്ടു. പോസ്റ്റ് സർജിക്കൽ ടൈമിലൊക്കെ അവർ ക്രൂരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഈ വീഡിയോ ഒക്കെ പുറത്ത് കിട്ടുന്നത് തീർച്ചയായിട്ടും എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഈ മകളുടെയും സ്വന്തം അവരുടെയും ഒക്കെ ഒരു പ്രതിച്ഛായയ്ക്ക് ആകെ മങ്ങലേറ്റ്, അയ്യേ ഇവരിങ്ങനെയാണോ, ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഇവർ ഈ അമ്മയോടൊക്കെ എന്തിനാണ് ഈ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയത്. അപ്പം അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള റീസൺ കൊണ്ടാണ് ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസിനെ തള്ളിക്കളഞ്ഞില്ല എന്ന് അവരവരുടെ വേർഷനുമായിട്ട് ഇന്നലെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവർ ഈ വീഡിയോകളൊക്കെ പതുക്കെ പുറത്തു വിട്ടത് അവരുടെ മൂത്ത മകളെ അത്രമാത്രം സൊസൈറ്റി വേട്ടയാടി എല്ലാവരും. കാരണം എന്താ വെച്ചാൽ, എടി വസന്തേ നീ ഇങ്ങനെ വരരുത് എന്നൊക്കെ ഒരു വിവാഹിതയാവാത്ത ഒരു പെൺകുട്ടി, ഒരു ന്യൂ ജനറേഷൻ പെൺകുട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവളെ എന്ത് വൃത്തിയായിട്ടതാണെന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. എന്തായാലും കുടുംബത്തിൽ ഇങ്ങനെയുള്ള പൊട്ടലും ചീറ്റലുകളൊക്കെ എന്തായാലും പുറത്തേക്ക് വന്നു. ബന്ധങ്ങളുടെ ഊഷ്മളത എന്തായാലും നഷ്ടപ്പെട്ടു. പിന്നെ അച്ഛനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുന്ന അമ്മയായിട്ട് അവർക്ക് ഒരടുപ്പും ഉണ്ടാവില്ല. ഇനി അവർ ആ വിവാഹബന്ധമില്ല, ഗ്രാൻഡ് മേനെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ പറയാതെ സമൂഹത്തിനോട് പറയാനാണ് അവരിങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.